രാജ്യം ഇന്ന് അംബേദ്കർ ജയന്തി ആഘോഷിക്കുമ്പോൾ അംബേദ്കറുടെ പേരിലുള്ള സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്ക് പഠനം മുടങ്ങിയിട്ട് 43 ദിവസം പിന്നിടുന്നു. വിദ്യാർത്ഥികളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പോലും വിലക്കേർപ്പെടുത്തിയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധത്തിനെതിരെ ഇപ്പോഴും വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ നിരാഹാര സമരത്തിലാണ്. അതിനിടെ അംബേദ്കർ ജയന്തി ദിനത്തിൽ സർവകലാശാല സംഘടിപ്പിച്ച പ്രഭാഷണത്തിനിടെ SFI അംബേദ്കറുടെ ചിത്രം പതിപ്പിച്ച പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചു. അംബേദ്കർ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഭരണഘടനാ മൂല്യങ്ങളെപ്പറ്റിയും അംബേദ്കറിന്റെ സംഭാവനയെപ്പറ്റിയും എക്സ്പോസ്റ്റുകളിൽ വാചാലരാണ്. അതേ അംബേദ്കറിന്റെ പേരിലുള്ള സർവകലാശാലയിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള അഡ്മിനിസ്ട്രേഷനെതിരെയും വലതുപക്ഷ സംഘടനകളുടെ വിദ്യാർത്ഥി വിരുദ്ധ നടപടികൾക്കെതിരെയും പ്രതിഷേധിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥികളുടെ പഠിപ്പ് മുടക്കി ഉത്തരവിറക്കി. ദളിത് മുസ്ലിം വിദ്യാർത്ഥികളെ ഉൾപ്പെടെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത നടപടിയിൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്തും പുറത്തും പ്രതിഷേധത്തിലാണ്. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശത്തെ പോലും ലംഘിച്ചാണ് സർവകലാശാല നടപടി തുടരുന്നത്. അതിനിടെ അംബേദ്കർ ജയന്തി ദിനത്തോടനുബന്ധിച്ച് വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ ക്യാമ്പസിനുള്ളിൽ പ്രഭാഷണവും സംഘടിപ്പിച്ച ഇരട്ടത്താപ്പിനെ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു. അംബേദ്കറിന്റെ ചിത്രം പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് SFI പ്രവർത്തകർ സഹപാഠികൾക്കു വേണ്ടി ശബ്ദമുയർത്തിയത്. നിരാഹാരമിരുന്ന വിദ്യാർത്ഥിയുടെ ആരോഗ്യസ്ഥിതി വഷളായിട്ടും വൈദ്യസഹായം നൽകാൻ പോലും അധികാരികൾ തയ്യാറായില്ല. സമരം ഒരാഴ്ച പിന്നിട്ടു. അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളോടുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ മുഖം തിരിഞ്ഞ സമീപനം തുടരുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.